എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി കോഴ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് വാക്യങ്ങളെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആ വാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ സെന്റൻസുകൾ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് വാക്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം ഞാൻ എഴുതിയിട്ടില്ല. അതിന് കാരണം നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഓക്കെ, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്യങ്ങളാണ്. നമുക്കൊന്ന് വായിക്കാം. ഒന്നാമത്തെ വാക്യമാണ് ദോ തീൻ ദിൻമേ. ദോ തീൻ ദിൻമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ എന്നർത്ഥം. 2-3 ദിവസത്തിനുള്ളിൽ. നമ്മുടെ രണ്ടാമത്തെ വാക്യമാണ് അച്ചാനക് സെ. അച്ചാനക് സെ എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷമായി. അപ്രതീക്ഷമായി, അച്ചാനക് സെ. മൂന്നാമതാണ് തോടാസ. തോടാസ. തോടാസ എന്ന് പറഞ്ഞാൽ അല്പം, വളരെ കുറവ്, അല്പം, കുറച്ച്. ഇതിനകത്താണ് ജാൻ പൂച്ച് കർ. ജാൻ പൂച്ച് കർ, മനഃപൂർവ്വം. ജാൻ പൂച്ച് കർ, മനഃപൂർവ്വം ചെയ്തതാണ്. ബഹുത് ജാദ. ബഹുത് ജാദ എന്ന് പറഞ്ഞാൽ വളരെ വളരെ കൂടുതലാണ്. ബഹുത് ജാദ ഹേ, ബഹുത് ജാദ. അതാണ് ബിൽക്കുൽ പാസ്മേ. ബിൽക്കുൽ പാസ്മേ എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത് എന്നർത്ഥം, വളരെ സമീപം, അടുത്ത് എന്നർത്ഥം. അടുത്താണ് ബിനാ സോച്ചെ സംജെ. ബിനാ സോച്ചെ സംജെ. ബിനാ സോച്ചെ സംജെ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാതെ, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചിന്തിക്കാതെ ചെയ്യുക. ഇനി അടുത്താണ് ഹോനെ കെ ബൗജൂദ് ബി. ഹോനെ കെ ബൗജൂദ് ബി. ഹോനെ കെ ബൗജൂദ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആയിട്ട് പോലും, ഒരു ഡോക്ടർ ആയിട്ട് പോലും, ഒരു നല്ല ടീച്ചറായിട്ട് പോലും. ഹോനെ കെ ബൗജൂദ് ബി. ഇനി അടുത്താണ് ആക്രിഖാർ. ആക്രിഖാർ എന്ന് പറഞ്ഞാൽ അവസാനം. അവസാനം അവനിവിടെ വന്നു. ആക്രിഖാർ വോ യഹ ആ ഗയ. ഇനി അടുത്താണ് മജേസെ. മജേസെ എന്ന് പറഞ്ഞാൽ മജേസെ സന്തോഷത്തോടെ. മജേസെ. മജേസെ കാവോ, സന്തോഷത്തോടെ കഴിക്കൂ. അടുത്താണ് ബാർ ബാർ. ബാർ ബാർ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഓൾറെഡി. ഇനി നമുക്ക് ഓരോന്ന് പറയുന്ന സെന്റൻസ് ഉണ്ടാക്കാം. നമ്മുടെ ഒന്നാമത്തെ സെന്റൻസ് ആണ് എന്ത്? 2-3 ദിവസത്തിനുള്ളിൽ അപ്രതീക്ഷിതമായി അവൻ ഇവിടെ വരും. ഉണ്ടോ? അവൻ ഇവിടെ വരും. ഫ്യൂച്ചറാണ്, ഭാവിയെ കുറിച്ചാണ്. ഗാ ഗീ ഗെ. ഓർമ്മയില്ലേ? ഗാ ഗീ ഗെ. നോക്കാം അല്ലെ. ആദ്യം 2-3 ദിവസത്തിനുള്ളിൽ എന്താ പറയാ? ദോ തീൻ ദിൻമേ ആണോ? ദോ തീൻ ദിൻമേ. അപ്പൊ ആദ്യം നമ്മൾ ദോ തീൻ ദിൻമേ എന്ന് എഴുതിയല്ലോ. അത് കഴിഞ്ഞിട്ട് അപ്രതീക്ഷിതമായി എന്താ പറയാ? അപ്രതീക്ഷിതമായ അച്ചാനക് സെ, അത് നമ്മൾ എഴുതി. കണ്ടോ? അപ്പൊ എന്തായി? ദോ തീൻ ദിൻമേ അച്ചാനക് സെ. ഇനി അവൻ എന്താ പറയാ? വോ, അത് നമ്മൾ എഴുതി. ഇവിടെ എന്താ പറയാ? യഹാം, അതും എഴുതി. വരും എന്താ പറയാ? ആയേഗ. अब बताइए 2-3 दिन में, 2-3 दिन में अचानक से वो यहाँ आएगा. 2-3 दिन में अचानक से वो यहाँ आएगा. ഇനി നിങ്ങൾക്ക് ഇത് പറയണം. 2-3 दिन में എന്ന് വെച്ചാൽ 2-3 ദിവസത്തിനുള്ളിൽ അപ്രതീക്ഷിതമായി ഞാൻ അവിടെ വരും എന്ന് പറയാം. 2-3 दिन में अचानक से मैं वहाँ आऊंगा. 2-3 दिन में अचानक से मैं वहाँ पे आऊंगा. സിമ്പിൾ. ഇനി നമുക്ക് രണ്ടാമത് നോക്കാം. കുറച്ച് വെള്ളം തരൂ. കുറച്ച് വെള്ളം തരൂ. അപ്പൊ കുറച്ച് അല്ലെങ്കിൽ അല്പം എന്താ പറയാ? തോടാസ എന്ന് പറയാ. തോടാസ. തോടാസ. തോടാസ പാനി ദേദോ. തോടാസ പാനി ദേദോ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. നീ ഇത് മനഃപൂർവ്വം എന്തിനാ ചെയ്തത്? നീ ഇത് മനഃപൂർവ്വം എന്തിനാണ് ചെയ്തത്? ഞാൻ പറയാം. അപ്പോ നീ, തുമ്നെ, തും. ഓക്കെ, കണ്ടോ? കിയ, കർണ അല്ലെ. കർണ എന്ന് പറയുന്ന ക്രിയയുടെ സെക്കൻഡ് ഫോം ആണ്, പാസ്റ്റ് ഫോം ആണ് കിയ. ഓക്കെ. ഈ ഏത് വെർബാണെങ്കിലും ഞാൻ ഒരുപാട് വെർബുകൾ നിങ്ങൾക്ക് തന്നിരുന്നു അല്ലേ മുന്നത്തെ ക്ലാസ്സിൽ. അതിലെ നമ്മുടെ ക്രിയയുടെ സെക്കൻഡ് ഫോം പാസ് ഉപയോഗിക്കുമ്പോൾ നീ അല്ലെങ്കിൽ ഞാൻ, ഞാൻ, മേനെ എന്ന് പറയാം. മേനെ, നീ, തുമ്നെ എപ്പോഴാണ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ നമ്മൾ കർണ, കിയ, അതുപോലെ പീന കുടിക്കുക, പിയ കുടിച്ചു, മേനെ പിയ ഞാൻ കുടിച്ചു. മേ പിയ എന്ന് പറയരുത്, മേനെ പിയ. ഞാൻ പറയാണ് ഞാൻ നിങ്ങളെ കണ്ടു. ഞാൻ നിങ്ങളെ കണ്ടു. ഓക്കെ. അപ്പൊ ഞാൻ സാധാരണയായിട്ട് നമ്മൾ പറയാ മേന്ന് പറയാ. പക്ഷെ കണ്ടു എന്ന് പറയുമ്പോൾ കാണുക, മില്ല. ഓക്കെ, ഇവിടെ കണ്ടുമുട്ടുക, മില്ല എന്നാണ്. മില്ല എന്ന് പറയുന്ന ക്രിയയുടെ സെക്കൻഡ് ഫോം ആണ്, പാസ്റ്റ് ഫോം ആണ് മില. അപ്പം നമ്മൾ മില എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുമ്പോൾ, സെൻറ്റൻസ് ഉപയോഗിക്കുമ്പോൾ അവിടെ ഞാൻ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് മേനല്ല ഉപയോഗിക്കാം, മേനെ എന്നാണ് ഉപയോഗിക്കാം. മേനെ. ഓക്കെ. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണണം. അത് വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ്.
എന്ന് വെച്ചാൽ ക്രിയയുടെ സെക്കൻഡ് ഫോം, ക്രിയയുടെ എന്ന് പറയാം ക്രിയ വെർബ്, ക്രിയയുടെ സെക്കൻഡ് ഫോം ഉപയോഗിക്കുമ്പോൾ അവിടെ നമുക്ക് ഞാൻ എന്നതിന് വേണ്ടിയിട്ട് മേ നല്ല വേക മേനെ, നിങ്ങൾ ആപ് നല്ല വേക ആപ്നെ, അവൻ ഉസ്നെ. ഓക്കെ, ഈ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ട്. അപ്പം നീ എന്ന് പറയുമ്പോൾ സാധാരണ തും എന്ന് പറയാം, പക്ഷെ ഇവിടെ തുമ്നെ എന്ന് ഉപയോഗിക്കണം. കാരണം എന്താ പറയുക, നമ്മളിവിടെ നമ്മുടെ ക്രിയയുടെ സെക്കൻഡ് ഫോം ഉപയോഗിച്ചു, അതുകൊണ്ടാണ്. ഓക്കെ, ജസ്റ്റ് ഇത്ര അറിഞ്ഞാൽ മതി. നീ തുമ്നെ, ഇത് യഹ്, മനഃപൂർവ്വം എന്ന് പറയാം, മനഃപൂർവ്വം ജാൻ പൂച്ച്കർ. കണ്ടോ, ഇതാണ് ജാൻ പൂച്ച്കർ. തുമ്നെ യേ ജാൻ പൂച്ച്കർ, എന്തിനാ, എന്തുകൊണ്ട്, എന്തുകൊണ്ട്, ക്യോ ക്യോ ചെയ്തു, കിയാ ക്യോ കിയാ. എന്തായി, തുമ്നെ യേ ജാൻ പൂച്ച്കർ ക്യോ കിയാ, തുമ്നെ യേ ജാൻ പൂച്ച്കർ ക്യോ കിയാ, നീ ഇത് മനഃപൂർവ്വം എന്തിനാണ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോക്കാം. അതാണ് പുറത്ത് വളരെ അധികം വെയിലാണ്, പുറത്ത് വളരെ അധികം വെയിലാണ്. എങ്ങനെ പറയാം, ആദ്യം പുറത്ത് ബാഹർ, വളരെ അധികം എന്ന് പറയാം, വളരെയധികം ബഹുത് ജാദ. എന്താണ് ബഹുത് ജാദ, ബാഹർ ബഹുത് ജാദ. എന്താണ് വെയിൽ എന്ന് പറയാ, ധൂപ് ധൂപ് ഹേ, ബാഹർ ബഹുത് ജാദ ധൂപ് ഹേ, ബാഹർ ബഹുത് ജാദ ധൂപ് ഹേ. मैं बाहर नहीं जाऊंगा, क्यों, क्योंकि बाहर बहुत ज्यादा धूप है. हम आज बाहर नहीं खेलेंगे, क्यों, क्योंकि बाहर बहुत ज्यादा धूप है. ഓക്കെ, ഇനി അടുത്താണ്, നിങ്ങളുടെ സഹോദരൻ എൻ്റെ തൊട്ടടുത്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരൻ എൻ്റെ വളരെ അടുത്താണ് എന്ന് പറയും. അപ്പം പറയാം, ആപ്കാ ബായി, ആപ്കാ ബായി മേരാ, മേരാ തൊട്ടടുത്ത്, ബിൽക്കുൽ പാസ് മേ, ആപ്കാ ബായി മേരാ ബിൽക്കുൽ പാസ് മേ ഹേ, ആപ്കാ ബായി മേരാ ബിൽക്കുൽ പാസ് മേ ഹേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ കളിക്കും എന്ന് പറയാം, ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ കളിക്കും. അപ്പം ഞങ്ങൾക്ക് എന്താ പറയാ, ഹാം ആണല്ലോ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും സബ്, ഹം സബ്, ഞങ്ങളെല്ലാവരും. ഇനി സന്തോഷത്തോടെ എന്ന് പറയാം, മജേസെ, മജേസെ, ഹം സബ് മജേസെ ഖേലേംഗെ, ഹം സബ് മജേസെ ഖേലേംഗെ, സന്തോഷത്തോടെ കളിക്കും. ഫ്യൂച്ചറാണ്, ഭാവിയെ കുറിച്ച് പറയാണ്. ഹം സബ് മജേസെ ഖേലേംഗെ, ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ കളിക്കും. ഇനി അടുത്ത് പറയാം, നിനക്ക് ഇത് ചിന്തിക്കാതെ ചെയ്യാൻ പാടില്ല, ഉപദേശിക്കാണ്. നമുക്ക് ഉപദേശം കൊടുക്കാം. ഇങ്ങനെ കർണാ ചാഹിയേ, കർണാ നഹി ചാഹിയേ, കർണാ ഹേ നഹി കർണാ ഹേ. ഓക്കെ, പല രീതിയിൽ നമുക്ക് ഒരാളെ ഉപദേശിക്കാം. അപ്പം നിനക്ക്, ആപ്കോ ഇത് യേ, ചിന്തിക്കാതെ എന്ന് പറയാം, ചിന്തിക്കാതെ, ചിന്തിക്കാതെ, ബിനാ സോച്ചെ സമझे, बिना सोचे समझे, आपको ये बिना सोचे समझे नहीं करना चाहिए, आपको ये बिना सोचे समझे नहीं करना चाहिए. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. അതാണ്, അവൻ ഒരു നല്ല കളിക്കാരനായിട്ട് പോലും ടീം തോറ്റുപോയി. അപ്പം എങ്ങനെ പറയാം, അവൻ, ആദ്യം അവൻ എന്ന് പറയാം, വോ ഒരു, ഏക് നല്ല, അച്ഛാ കളിക്കാരൻ എന്ന് പറയാം, കളിക്കാരൻ, കില്ലാടി എന്താ പറയാ, കില്ലാടി. ഓക്കെ, വോ ഏക് അച്ഛാ കില്ലാടി ആയിട്ട് പോലും, ഹോനേക്കെ ബൗജൂദ് ബി, കണ്ടോ, ആയിട്ട് പോലും ഹോനേക്കെ ബൗജൂദ് ബി. അപ്പം പറയാം, വോ ഏക് അച്ഛാ കില്ലാടി ഹോനേക്കെ ബൗജൂദ് ബി, വോ ഏക് അച്ഛാ കില്ലാടി ഹോനേക്കെ ബൗജൂദ് ബി ടീം ഹാർ ഗയാ. ഇനി നിങ്ങളൊരു 2-3 സെൻറ്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് കമൻറ്റ് ബോക്സ് അയക്കുക. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. आपको बहुत बहुत धन्यवाद.